മധുരയിലെ ചെറിയ ടീ ഷോപ്പുകളിൽ കിട്ടുന്ന ഈ ഒരു പാൽ ബണ്ണ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? പേര് കേട്ട് നമ്മൾ വിചാരിക്കും ഇതിൽ ധാരാളം പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബണ്ണ് പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഓവനില്ലാതെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു ബണ്ണ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ തൈരാണ്. റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പാൽബണ്ണ് എന്നല്ലേ പറഞ്ഞാൽ കുറച്ച് പാലൂടെ ചേർത്ത് ഇതൊന്ന് ലൂസായിട്ടാണ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ലൂസ് എന്നത് ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബണ്ണിനൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് 2 ടേബിൾ സ്പൂണേ കാണിക്കുന്നുള്ളൂ. ഞാൻ ശരിക്കും 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ചേർത്താണ് ഇങ്ങനെ കുഴച്ചെടുത്തത്. ഇത് കുഴച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ നമ്മൾ ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം ഇതൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ഒരുപാട് വലിയ ബോൾസ് ആക്കണ്ട. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് വീർത്ത് പൊന്തി വരും. അപ്പോൾ ചെറിയ ബോൾസായിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുത്താൽ പുറഭാഗം മാത്രം ഒരു ബ്രൗൺ കളറിൽ കിട്ടും, നമുക്ക് ഉള്ളു വേഗത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കും മധുരൈ സ്റ്റൈല് ഈ പാൽബണ്ണിനകത്ത് നമ്മൾ ഷുഗർ കോട്ടിംഗ് ഉണ്ട്. ഞാനിതിനകത്ത് ഷുഗർ കോട്ടിംഗ് ചെയ്യുന്നില്ല. അങ്ങനെ മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 1 സ്റ്റിങ് കൺസിസ്റ്റൻസി എത്തേണ്ട ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ബണ്ണ് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് ആ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാവൂ. ചൂടോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ബണ്ണ് ഒരുപാടങ്ങ് സോഗിയായി പോവും. ആ ബണ്ണ് മൊത്തം ഷുഗറെല്ലാം അബ്സോർബ് ചെയ്ത് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഈ ബണ്ണ് തണുത്തതിന് ശേഷം ആ ഒരു ഷുഗർ കോട്ടിങ്ങിൽ ഇട്ടിട്ടെടുത്താൽ ഇതിലും ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ.